എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വൈദികൻ എന്ന നിലയിൽ ഏത് കൂദാശ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും അനുഭവിച്ചിട്ടുള്ളത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും അതിന് കൊടുക്കുന്ന ഉത്തരം കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയാണെന്ന് പറയും. കാരണം കുമ്പസാരം എന്ന കൂദാശയിലൂടെ കർത്താവിൻ്റെ സ്നേഹവും കരുണയും ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പല വ്യക്തികളും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വൈദികൻ എന്ന നിലയിലും കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ എനിക്ക് വളരെ പ്രിയപ്പെട്ട കൂദാശയാണ്. അതിലുപരിയായി വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുവാൻ ഏറ്റവും സഹായകമായ കൂദാശ കൂടിയാണ് വിശുദ്ധ കുമ്പസാരം എന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കുമ്പസാരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏറെ പ്രിയപ്പെട്ടതുമാണ്. അങ്ങനെയാണ് വളരെ അവിചാരിതമായി എൻ്റെ കൈകളിലേക്ക് കുമ്പസാരത്തിലെ അത്ഭുതം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഗ്രന്ഥം വന്നുപെടുന്നത്. ഒസർവത്തോരെ റൊമാനയിൽ പ്രസിദ്ധം ചെയ്ത തിരുസഭാ പ്രബോധനങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. കാർമൽ പബ്ലിക്കേഷൻ ഹൗസാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കുമ്പസാരത്തെക്കുറിച്ച് അറിയുവാനും കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റുവാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ഏറെ ബലപ്പെടുത്തുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പക്ഷെ പലപ്പോഴും ഈ കൂദാശയുടെ ആഴം അനുഭവിച്ചറിയാൻ ഇന്ന് പലർക്കും സാധിക്കാതെ പോകുന്നു എന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ചിലരെങ്കിലും കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ പല പാപങ്ങളും മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കുമ്പസാരം നടത്തുകയും ചിലരെല്ലാം ഈ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയാതെ വേണ്ടത്ര ഒരുക്കമില്ലാതെ കുമ്പസാരിക്കുകയും ചെയ്യുന്നുവെന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദുരന്തമാണ്, ആധ്യാത്മിക ദുരന്തമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ സ്വർഗീയ അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരു വൈദികൻ്റെ രൂപത്തിൽ നമുക്ക് സമീപസ്ഥനാകുമ്പോൾ ആ കാരുണ്യത്തെ തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് വിശ്വാസ സമൂഹം വൈമനസ്യം കാണിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ വളരെ വേദനയോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുമ്പസാരത്തിലെ അത്ഭുതമെന്ന ഈ ഗ്രന്ഥത്തിലൂടെ വളരെ മനോഹരമായി എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്നുള്ള ഉൾക്കാഴ്ച പകർന്നു നൽകുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരു ദൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹകടാക്ഷങ്ങൾക്ക് നമ്മൾ വിധേയരാകുമെന്നുള്ള വലിയ സദ്വാർത്തയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉൾക്കാമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ഷമിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കുകയാണ്. കുമ്പസാരത്തെക്കുറിച്ച് പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും ഈ സമകാലിക കാലഘട്ടത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു പരിധിവരെ നവമാധ്യമങ്ങളുടെ സ്വാധീനവും ശക്തമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുമ്പസാരത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കപ്പെടുകയില്ലെന്നും കുമ്പസാരത്തിലൂടെ പലരെയും ചൂഷണം ചെയ്യുവാൻ വൈദികർ കുമ്പസാരത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒത്തിരിയേറെ ചിന്തകൾ സമകാലിക മാധ്യമങ്ങളിലൂടെ സജീവമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടിൽ ലഭിക്കുന്ന കാരുണ്യം അനുഭവിച്ച ഒരു വ്യക്തിക്കും ഒരിക്കലും കുമ്പസാരക്കൂടിനെ വീണ്ടും സമീപിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അളവറ്റ വിധം ഒരു മനുഷ്യനിലേക്ക് ചുരിയപ്പെടുന്ന നിമിഷങ്ങളാണ് കുമ്പസാരക്കൂട്ടിലെ ദിവ്യാനുഭവങ്ങൾ. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കൂദാശയം വിശുദ്ധ കുമ്പസാരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുമ്പസാരത്തിൽ നിന്നും ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ ഈ കാലഘട്ടത്തിൽ സജീവമാകുന്നത്.
ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനോഹരമായൊരു ചിത്രം വരച്ചു ചേർക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പലർക്കും കുമ്പസാരക്കൂടിനെ സമീപിക്കാൻ വൈമനസ്യം കാണിക്കുന്ന രീതി സജീവമാവുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കുമ്പസാരക്കാരൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ചില ആകുലതകളും ആശങ്കകളുമാണ് പലരെയും കുമ്പസാരക്കൂട്ടിൽ നിന്ന് അകറ്റിക്കളയുന്നത്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലല്ല ഒരിക്കലും ഒരു വ്യക്തിയുടെയും പാപം മോചിക്കപ്പെടുന്നത്. മറിച്ച് കർത്താവിൻ്റെ കാരുണ്യം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുവാൻ ഒരു ഉപകരണം മാത്രമാണ് വൈദികൻ. വൈദികനും കുമ്പസാരിക്കുന്നവനാണ്. വൈദികനും കർത്താവിൻ്റെ കാരുണ്യം കുമ്പസാരത്തിലൂടെ ഏറ്റുവാങ്ങുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു പാപിയുടെ മാനസികാവസ്ഥകളെ തിരിച്ചറിയുവാൻ ഒരു വൈദികന് തീർച്ചയായും സാധിക്കുമെന്ന കാര്യം തർക്കമില്ലാത്തതുമാണ്. പക്ഷേ പലപ്പോഴും വൈദികരുടെ മുമ്പിൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വൈദികൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒത്തിരിയേറെ ചിന്തകളുടെ സ്വാധീനങ്ങളിലാണ് ഇന്ന് പല വിശ്വാസികളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ ഈ ചിന്താഗതിയെ തകിടം മറിക്കുവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രോത്സാഹനജനകമായ ഒരു വാക്യം എഴുതി ചേർത്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: മെത്രാന്മാരും വൈദികരും കുമ്പസാരിക്കണം. മാർപ്പാപ്പ ഓരോ 15 ദിവസം കഴിയുമ്പോൾ കുമ്പസാരിക്കുന്നു. എന്നാൽ മാർപ്പാപ്പയും പാപിയാണ്. ഞാൻ പറയുന്നത് കുമ്പസാരക്കാരൻ കേൾക്കുന്നു. അദ്ദേഹം എന്നോട് ക്ഷമിക്കുകയും എനിക്ക് ഉപദേശം തരികയും ചെയ്യുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും ഈ ക്ഷമ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂടിനെ ഒരിക്കലും നിങ്ങൾ ആകുലതയോടുകൂടെ സമീപിക്കേണ്ടതില്ല. കാരണം ഒരു വൈദികൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലല്ല നിങ്ങളുടെ പാപം മോചിക്കപ്പെടുന്നത്. ഒരു വൈദികനെ നിങ്ങളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ വൈദികനും ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ. ക്രിസ്തു പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളോട് സദൃശനായിരുന്നുവെന്നാണ് വചനം പറയുന്നത്. പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ അപജയങ്ങളെയും ബലഹീനതകളെയും ഒക്കെ കർത്താവിന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നത്: നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് എന്ന്. പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെ വളരെ കൃത്യമായി നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഓരോ കുമ്പസാരത്തിന് പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ സമൂഹത്തിന് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുന്ന വിധത്തിൽ ഈ വാക്യം എഴുതി ചേർത്തത്. എല്ലാ മനുഷ്യരും പാപികളാണ്. മെത്രാനും വൈദികനും മാർപ്പാപ്പയും ഒക്കെ പാപികളാണ് അടിസ്ഥാനപരമായി. അവർ ഈ കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും ആ കാരുണ്യത്തെ സമീപിക്കാൻ വൈമനസ്യം കാണിക്കരുത് എന്നുള്ള പ്രചോദന വാക്കുകളിലൂടെയാണ് മാർപ്പാപ്പ കുമ്പസാരത്തിൻ്റെ അനുഭവത്തിലേക്ക്, അതിൻ്റെ കാരുണ്യാനുഭവത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ ഈ ഗ്രന്ഥത്തിലൂടെ ക്ഷണിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: പാപങ്ങൾ ക്ഷമിക്കുന്നതിനുള്ള ഉപകരണമാണ് വൈദികൻ. ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് സഭയിൽ നൽകപ്പെടുന്നു. നമ്മുടെ സഹോദരനായ വൈദികൻ്റെ ശുശ്രൂഷയിലൂടെ അത് നമ്മിലേക്ക് പ്രസരിക്കുന്നു. അതായത് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു ഉപകരണമാണെന്നും ആ വൈദികനിലൂടെ കർത്താവിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മിലേക്ക് പ്രവഹിക്കപ്പെടുന്നതുമെന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരു വിശ്വാസി കടന്നു വരുമ്പോഴാണ് ആ വ്യക്തിക്ക് കുമ്പസാരക്കൂടിനെ ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാൻ സാധിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുക. അദ്ദേഹം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്: നമ്മോട് ക്ഷമിക്കുന്നതിൽ ദൈവം ഒരിക്കലും ക്ഷീണിതനാകുന്നില്ല. അത് മറക്കാതിരിക്കണം. വൈദികരുടെ ദൗത്യത്തിലൂടെ പുതിയ ഒരു ആശ്ലേഷത്തിന് അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്നു. വീണ്ടും എഴുന്നേൽക്കുവാനും യാത്ര തുടരുവാനും നമ്മെ അനുവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ചെന്നു പതിക്കാൻ സാധ്യതയുള്ളത് കുറ്റബോധമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. പാപം ചെയ്തു പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ അല്ല ചെന്നെടുക്കേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധം എന്ന അവസ്ഥയിലേക്കാണ്.
യൂദാസിന് സംഭവിച്ചത് എന്തായിരുന്നു? അവൻ പാപം ചെയ്തപ്പോൾ നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പോയി. അത് അവൻ ആത്മീയ ജീവിതത്തിൻ്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ പത്രോസ് ആകട്ടെ പരിശുദ്ധാത്മാവ് നൽകുന്ന പശ്ചാത്താപത്തിന് തന്നെ വിട്ടുകൊടുത്തപ്പോൾ അവന് പുതിയൊരു ജീവിതം ലഭിക്കുകയും ചെയ്തു. പാപം ചെയ്യുന്നവനല്ല പാപി, മറിച്ച് പാപത്തിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നവനാണ് പാപി. അതുകൊണ്ട് തന്നെ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം തകർന്നു പോകേണ്ടതില്ല. മാനുഷികമായ ബലഹീനതകൾക്ക് നടുവിലും കർത്താവിൻ്റെ കാരുണ്യം എന്നിലേക്ക് ഒഴുകിയെത്തുവാൻ ഈ കുമ്പസാരമെന്ന് പറയുന്ന കൂദാശ എന്നെ സഹായിക്കുമെന്നും വീണിടത്തു നിന്ന് എഴുന്നേറ്റ് നടക്കുന്നതാണ് കർത്താവിന് ഏറ്റവും സന്തോഷമുളവാക്കുന്ന വസ്തുതയെന്നും തിരിച്ചറിയുന്നിടത്തു നിന്നാണ് നല്ല കുമ്പസാരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഈ ഗ്രന്ഥത്തിലൂടെ മാർപ്പാപ്പ നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. മാപ്പ് നൽകുന്നതിൽ ദൈവം ഒരിക്കലും പരിക്ഷീണിതനാകുന്നില്ല എന്ന യാഥാർത്ഥ്യം. ഞാൻ ഇത്രയേറെ പാപങ്ങൾ ചെയ്തു പോയൊരു വ്യക്തിയാണല്ലോ, വീണ്ടും വീണ്ടും ഞാൻ ഇതേ പാപങ്ങൾ ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും നിരാശരാകേണ്ടതില്ല. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. പക്ഷേ മാനുഷിക ബലഹീനത നിമിത്തം നമ്മൾ വീണുപോയാലും കർത്താവിൻ്റെ കാരുണ്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മറന്നുകൂടാ. ധൂർത്തപുത്രൻ്റെ ഉപമ തന്നെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്രയോ മനോഹരമായ ഒരു ഉപമയാണ്. തൻ്റെ പ്രിയപുത്രൻ തന്നെ അവഗണിച്ച് തനിക്ക് ലഭിച്ച സ്വത്തുമെല്ലാം സ്വീകരിച്ചുകൊണ്ട് വിദൂരദേശത്ത് പോയി പാപത്തിൽ മുഴുകി ജീവിച്ച് ഒടുവിൽ അവൻ തിരികെ വരുമ്പോൾ സ്നേഹനിധിയായ പിതാവ് അവനെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങൾ. ഞങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്ന വൈദികർ പറയാറുള്ളൊരു കാര്യമുണ്ട്. തൻ്റെ പുത്രൻ തിരികെ വന്നപ്പോൾ അവന് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കിയെന്ന് പറയാറുണ്ടല്ലോ ബൈബിളിൽ. അവിടെ ഗ്രീക്ക് വിവർത്തനമനുസരിച്ച് കൊഴുത്ത എന്നല്ല കൊഴുപ്പിച്ച എന്നതാണ് വരേണ്ടതെന്ന് പറയാറുണ്ടവർ. കൊഴുത്തത് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുക സ്വന്തമായി കണ്ടെത്തി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ്. കൊഴുപ്പിച്ച ആളക്കുട്ടി എന്ന് പറയുമ്പോൾ അതിനു മുന്നിൽ ബോധപൂർവമായ ഒരു പരിശ്രമമുണ്ട്. അതായത് ധൂർത്തപുത്രൻ നഷ്ടപ്പെട്ട ആ ദിവസം മുതൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ പുത്രനു വേണ്ടി, പുത്രൻ തിരികെ വരുമ്പോൾ അവനു വേണ്ടി വിഭവസമൃദ്ധമായി വിരുന്നൊരുക്കുവാൻ ഒരു കാളക്കുട്ടിയെ കൊഴുപ്പിച്ച് നിർത്തുന്നുണ്ടായിരുന്നുവെന്ന് ചുരുക്കം. അതിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവം എത്രമേൽ കരുതലുള്ളവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ പാപം ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയും കുറ്റബോധത്തിൻ്റെ കരിനിഴലിൽ ജീവിക്കേണ്ടതില്ല എന്നതാണ്. മറിച്ച് അവന് തിരികെ വരാൻ ഇനിയും സമയങ്ങളുണ്ട്. ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, കരുണയുടെ അനുഭവത്തിലേക്ക് വരാൻ വൈകുന്നത് മാത്രമാണ് ഈശോയെ വേദനിപ്പിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ആ ഒരു അവബോധമാണ് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുക. തുടർന്ന് ഈ ഗ്രന്ഥത്തിലൂടെ മാർപ്പാപ്പ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായൊരു ചിന്ത ദൈവത്തിൻ്റെ മാർഗം ക്ഷമയുടേതാണ് എന്നതാണ്. ദൈവം നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടുത്തെ പക്കലേക്ക് പോകുവാനുള്ള ധൈര്യം മാത്രമാണ് അവിടുന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് തിരികെ വരുവാൻ വൈമനസ്യം കാണിക്കാതിരിക്കുക, അതിനുള്ളൊരു ധൈര്യം മാത്രം നിങ്ങൾ എടുത്താൽ മതി. സ്വാഭാവികമായും ദൈവം നൽകുന്ന ആ കാരുണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ ആകർഷിതരാകും എന്നുള്ള വലിയൊരു ബോധ്യം മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുകയാണ്. തുടർന്ന് പത്രോസിൻ്റെ ലജ്ജയെക്കുറിച്ച് അദ്ദേഹം ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. ഒരു പാപിയായിരിക്കുക എന്നതല്ല പ്രശ്നം, മറിച്ച് പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഇല്ലാതിരിക്കുക എന്നതാണ് മഹാകഷ്ടം. സംഭവിച്ചതെന്താണോ അതിനെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുക എന്നതാണ് പ്രശ്നം. പലപ്പോഴും ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനാവശ്യമായ ലജ്ജ വച്ചു പുലർത്തുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് വിഷമമായിരിക്കും. എന്നാൽ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, എന്തിനാണ് അനാവശ്യമായി ലജ്ജിക്കുന്നത്? വീണുപോയാലും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് വരാൻ നീ എന്തിനാണ് വൈമനസ്യം കാണിക്കുന്നത്? ഒരു പാപിയായിരിക്കുന്നു എന്നതിനേക്കാളും വലിയ പ്രശ്നം പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഇല്ല എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ച് ലജ്ജിതരാകുകയല്ല വേണ്ടത്, മറിച്ച് പശ്ചാത്താപത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ
കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയുടെ ആനുകൂല്യം എത്രത്തോളം അധികമാണെന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തോടും അയൽക്കാരോടുമുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഇപ്പോൾ തന്നെ നാം ശ്രമിച്ചാൽ നമ്മുടെ ലോകത്ത് എത്രയധികം മാറ്റമുണ്ടാകുമെന്ന് ഒന്ന് സങ്കല്പിക്കൂ എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വരുന്ന ഈ അപജയം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അപജയത്തിലേക്ക് വലിയ കാരണമായി തീരുകയും തീർച്ചയായും ക്രിസ്തുവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയം മന്ദീഭവിച്ചു പോകുന്ന അവസ്ഥയിലേക്കുമൊക്കെ ഈ കുമ്പസാരത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം കാരണമായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹൃദയത്തിനേറ്റ മുറിവുകളെ ക്ഷമയുടെ എണ്ണ കൊണ്ട് സുഖപ്പെടുത്തുക, നമ്മെ മുറിവേൽപ്പിച്ചവരെയും നാം മുറിവേൽപ്പിച്ചവരെയും കരുതലോടെ ശ്രദ്ധിച്ച് മാപ്പ് പറയുകയും മാപ്പ് നൽകുകയും ചെയ്യുക. കുമ്പസാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്: നമ്മെ മുറിപ്പെടുത്തിയവരോടും നാം മുറിപ്പെടുത്തിയവരോടും ക്ഷമിക്കുക എന്നത്. നീ ബലി അർപ്പിക്കുന്നതിന് മുന്നോടിയായി നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ചതിന് ശേഷം നീ വന്ന് ബലി അർപ്പിക്കുക എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു വസ്തുത നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മളോട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള മനുഷ്യരോട് നമ്മളിൽ എത്ര പേര് ക്ഷമിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളെ, ആ കരുണയുടെ ഉറവിടത്തെ വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. മുറിവ് വെച്ചു കെട്ടുന്ന വലിയ സ്നേഹപ്രക്രിയയാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുക. അത് വ്യക്തമാക്കുന്നതാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഒരു മനുഷ്യൻ കവർച്ചക്കാരുടെ കരങ്ങളാൽ അപഹരിക്കപ്പെട്ടുവെന്നും അങ്ങനെ അർദ്ധപ്രാണനായി വഴിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ നല്ല സമരിയാക്കാരൻ അദ്ദേഹത്തെ വന്ന് ശുശ്രൂഷിക്കുന്നതായും നമ്മൾ ഈ ഉപമയിൽ കാണുന്നു. നല്ല സമരിയാക്കാരൻ ക്രിസ്തുവിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പേ കടന്നുപോയ പലരും അവനെ അവഗണിക്കുകയാണ് ചെയ്തത്. നല്ല സമരിയാക്കാരൻ അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടിയെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ മുറിവുകൾ എന്നാൽ പാപമംഗലമായ അവൻ്റെ മുറിവുകളാണ്. മറ്റുള്ളവരാൽ മുറിയപ്പെട്ടതും അവൻ്റെ വിവേകമില്ലായ്മയിലൂടെ സംഭവിച്ചു പോയ പാപത്തിൻ്റെ മുറിവുകളുമാണ്. കാരണം ജെറുസലേം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്. ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ഉയർന്ന ഇടമാണ് ജെറുസലേം. ജെറിക്കോയാകട്ടെ താഴ്ന്ന ഒരു പ്രദേശവും. ജെറുസലേം എന്ന് പറയുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ഇടത്തിൽ നിന്നും ലോകത്തിൻ്റെ അരൂപികൾ തേടി, അതിൻ്റെ സൗഭാഗ്യങ്ങൾ തേടി യാത്ര പോയ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നമ്മൾ ഈ ഉപമയിൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പാപികളാൽ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പൈശാചിക അരൂപികളാൽ ആക്രമിക്കപ്പെട്ട് അർദ്ധപ്രാണനായി പോകുമ്പോൾ, ഒരാത്മാവ് അർദ്ധപ്രാണമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അവനെ രക്ഷിക്കുവാനായി കടന്നു വരുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹ അനുഭവമാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക. എന്നിട്ട് എന്തു ചെയ്തു? സമരിയാക്കാരൻ, നല്ല സമരിയാക്കാരൻ ഇദ്ദേഹത്തെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി വേണ്ട പണമൊക്കെ അവിടെ ഏൽപ്പിച്ച ശേഷം ഇവനെ നോക്കിക്കൊള്ളണമെന്ന് പറയുകയാണ്. അതായത് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടിയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും നൽകി അവനെ സമ്പന്നനാക്കി, അവൻ്റെ ആത്മാവിൻ്റെ കുറവുകളെ അകറ്റി എന്നുള്ളതാണ് ആ പറയുന്ന സൂചന. ഇവിടെ സത്രമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഭയാണ്. സഭയാകുന്ന സത്രത്തിലേക്ക് പാപികളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യമാണ് ഓരോ കുമ്പസാരക്കൂടിലും നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കുമ്പസാരക്കൂട്ടിൽ നിന്നും കർത്താവിൻ്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ നമ്മൾ വൈമനസ്യം കാണിച്ചുകൂടാ എന്ന്. പ്രസിദ്ധനായ ഭൂതോച്ചാടകൻ ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ദ പോപ്പ് എക്സോസിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഭൂതോച്ചാടനത്തിൻ്റെ വേളയിൽ ഒരു പിശാച് അമോർത്തിനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഞാൻ നിൻ്റെ പാപങ്ങളെക്കുറിച്ചോർത്ത് നിന്നെ ലജ്ജിപ്പിക്കും. അപ്പോൾ അമോർത്ത് കൊടുക്കുന്ന മറുപടി വളരെ പ്രസക്തമാണ്. നിനക്ക് ഒരിക്കലും എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്നെ ലജ്ജിപ്പിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് കുമ്പസാരത്തിലൂടെ കൃപ ലഭിച്ചിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതൊരു പൈശാചിക അരൂപിയും നമ്മളിലേക്ക് കടന്നു വരാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുമ്പസാരമാണ്. എന്തുകൊണ്ട് നാം മാനസാന്തരപ്പെടണം? മാനസാന്തരം എന്നത് ഒരു നിരീശ്വരൻ ഈശ്വരവിശ്വാസിയായിത്തീരുന്നതോ അതല്ലെങ്കിൽ ഒരു പാപി നീതിമാനായിത്തീരുന്നതോ ആണ്. എന്നാൽ അത് നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും
നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന മറ്റൊരു ഉൾക്കാഴ്ച ഇപ്രകാരമാണ്: കുമ്പസാരക്കൂട് ചോദ്യം ചെയ്യലിനുള്ള വേദിയല്ല. പാപം ഏറ്റുപറയുമ്പോൾ വൈദികൻ തന്നെ തൻ്റെ പാപങ്ങളെ പ്രതി ചോദ്യം ചെയ്യുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ വിശ്വാസ സമൂഹമുണ്ട്. തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരോട് ഉദ്ബോധനം കൊടുക്കുകയാണ്: ഒരിക്കലും കുമ്പസാരക്കൂട് അവിടെ ചോദ്യം ചെയ്യലുകൾക്കുള്ള വേദിയല്ല. മറിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഒരു വ്യക്തിയെ അടുപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്. കരുണയും സ്നേഹവും നിറഞ്ഞ തിരുത്തലുകളാണ് അവിടെ നൽകപ്പെടേണ്ടത്. അല്ലാതെ പാപിയായ വ്യക്തിയോട് കരുണയില്ലാത്ത വിധത്തിൽ അവിടെ പെരുമാറുവാൻ പാടില്ല എന്നും വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടെ ആ പാപിയെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ഒരു വൈദികൻ്റെ ദൗത്യമെന്നും വളരെ കൃത്യതയോടുകൂടെ മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. എപ്പോഴും കാരുണ്യപൂർവ്വം വിധിക്കുന്ന യേശുവിലേക്ക് നാം നോക്കണം. ഞാനും നിങ്ങളെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്നത് അരുളി ചെയ്ത യേശുവിൻ്റെ മനോഭാവമാണ് കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികനുണ്ടായിരിക്കേണ്ടത് എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ മാർപ്പാപ്പ പറയുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, മഹനീയമായൊരു മാപ്പാണ് കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ദൈവം ക്ഷമിക്കുമ്പോൾ അവിടുന്ന് മറക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ മഹനീയമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗം ആരംഭിക്കുന്നു. സ്നേഹത്തിലൂടെ ഒരു പുതുജീവിതത്തിലേക്ക് അവൾ വീണ്ടും ജനിക്കുന്നു. പാപം ചെയ്ത ഒരു വ്യക്തി കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ ഏറ്റുവാങ്ങുന്ന ആ വ്യക്തിയിലൂടെ ആ മഹനീയമായ മാപ്പ് ഏറ്റുവാങ്ങുന്ന വ്യക്തി സ്നേഹത്തിൻ്റെ ഒരു പുതുജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. തീർച്ചയായും കുമ്പസാരത്തിലൂടെ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായി അൾത്താരയെ ലക്ഷ്യമാക്കി ദിവ്യകാരുണ്യനാഥനിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ദിവ്യകാരുണ്യ അനുഭവം നമുക്കുണ്ടാവുക. നമ്മൾ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായി പോയാൽ അത് നമ്മളെ വലിയ ആത്മീയമായ ദുരന്തത്തിലേക്കാണ് വഴി നടത്തുക. അതുകൊണ്ടാണല്ലോ വചനം ഓർമ്മപ്പെടുത്തുക, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരണപ്പെട്ടു പോയതിന് കാരണവും ഇതാണ്. അന്ത്യത്താഴവേളയിലെ ആ സന്ദർഭം നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നുണ്ടാവും. ക്രിസ്തു പകത്ത് നൽകുന്ന അപ്പവും സ്വീകരിച്ച് അയോഗ്യമായ ഹൃദയത്തോടുകൂടെ കടന്നു പോകുന്ന യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഒടുവിൽ അവൻ പോയി ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചും ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ അവനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് അനുതാപത്തിലൂടെ തിരികെ വരുന്നതും നമ്മൾ കാണുന്നു. അവൻ പുറത്തുപോയി കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ആ കരച്ചിൽ യഥാർത്ഥത്തിൽ കുമ്പസാരമാണ്. ഓരോ കുമ്പസാരവും കണ്ണുനീര് കൊണ്ടുള്ള രണ്ടാമത്തെ മാമോദീസയാണെന്ന് മറന്നു പോകരുത്. നിൻ്റെ പാപം കടും ചുവപ്പാണെങ്കിലും അതിനെ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കികൾ നമുക്കൊന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ കുമ്പസാരക്കൂട്ടിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദിവ്യകാരുണ്യനാഥനാകുന്ന ആ ഔഷധം എൻ്റെ ആത്മാവിന് അനിവാര്യമാണെന്നും ആ ഔഷധത്തെ സ്വീകരിക്കുവാൻ എൻ്റെ രോഗാതുരമായ ആത്മാവിൻ്റെ അവസ്ഥകളെ എനിക്ക് അട്ടിമറിക്കേണ്ടതുണ്ടെന്നും അതിന് സഹായിക്കുന്ന കുദാശയാണ് വിശുദ്ധ കുമ്പസാരവും എന്നുള്ള യാഥാർത്ഥ്യം. കുമ്പസാരത്തിലൂടെ ശക്തിപ്പെട്ടുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ വെച്ച് നീട്ടുന്ന സ്നേഹാനുഭവത്തിലേക്ക്, ആ സ്നേഹാഗ്നിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഹൃദയം ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ആഴങ്ങളെ അനുഭവിക്കുവാൻ, അതിൻ്റെ സ്വാതന്ത്ര്യ അനുഭവങ്ങളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തിരിച്ചറിവായി ഈ ഗ്രന്ഥം മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഗ്രന്ഥം വായിക്കുകയും ഈ ഗ്രന്ഥത്തിലൂടെ സ്വീകരിക്കുന്ന ഉൾക്കാഴ്ചകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ വായന അർത്ഥപൂർണമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും കുമ്പസാരത്തിലെ അത്ഭുതമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച ഈ പ്രബോധനം എല്ലാവരും വായിക്കുകയും വിലയിരുത്തുകയും അങ്ങനെ നല്ല കുമ്പസാരങ്ങൾക്കു വേണ്ടി സധൈര്യം കുമ്പസാരക്കൂടുകളെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കൂടാരത്തെ സമീപിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകവുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.